അല്ല, ഞാനൊരു കാര്യം പറയണത്, ഞാനൊരു ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ എനിക്കൊരു അവസരം തരണം. അപ്പുറത്തിരിക്കുന്ന എം പി അല്ല ആരാണേലും ഞാൻ പറയും. ഒരു ഇഡിയുടെ മുന്നിലും തലകുനിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അവരുടെ അക്കൗണ്ട് പോകണം. കാരണം എന്താണ്? അവരുടെ കയ്യിലാണ് കുറ്റം. അവർ ഈ കമ്പനി ഉണ്ടാക്കുന്നത് മറച്ചു വെച്ചു. ഇത് മറുപടിയാണ്. അല്ലല്ല നിഷ, അത് വേണ്ട. നിഷയോട് ഞാൻ പറയുന്ന അഴിമതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെല്ലുവിളിക്കുന്നു. അനിൽകുമാർ, അത് നിങ്ങളെ വിരട്ടാൻ വേണ്ടി മാത്രമാണ്. അത് തന്നെയാണ് അതിന്റെ ഒരു തനിയാവർത്തനമാണ് ഇപ്പോൾ മസാല ബോണ്ട് ഇടപാടിലും വന്നിരിക്കുന്ന ഇ.ഡി. നോട്ടീസ് എന്നാണ്. ഇപ്പോൾ കിഫ്ബിയും അവരുടെ വിശദീകരണം ഇടുന്നുണ്ട്. ഈ ഫെമ ചട്ടലംഘനം നടന്നു എന്നുള്ളത് തെറ്റാണ് എന്നും മറ്റും. എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം ശ്രീ അനിൽകുമാർ? പ്രധാനമന്ത്രി വിളിച്ചാൽ ഉടനെ ചായ കുടിക്കാൻ ഓടിച്ചില്ലെന്ന് പേടിച്ചല്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം വേറെയാണ്. അവിടെ ഒരു സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടാണല്ലോ ഇങ്ങ് പോരുന്നത്. അതുകൊണ്ട് ആ ശീലങ്ങളൊന്നും ഇല്ലാത്തൊരു ഗവൺമെൻറ്റാണ് LDFന്റെ ഗവൺമെൻറ്. അത്തരം ഒരു പണിക്കും തലകുനിക്കാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് CPIM. അതിന്റെ ഗവൺമെന്റ്, അതിന്റെ മുഖ്യമന്ത്രി. രാഷ്ട്രീയ മര്യാദ പാലിക്കും. സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ മര്യാദ പാലിക്കും മിസ്റ്റർ. രാഷ്ട്രീയ മര്യാദ. കേന്ദ്ര ധനമന്ത്രിയെ പച്ച പരവതാനി വിരിച്ച് ഞാൻ പറഞ്ഞ വിഷയത്തിന്മേൽ മറുപടി പറ. ധനകാര്യമന്ത്രി എന്തിനാണ് കേരള ഹൗസിൽ വന്നതെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. ശ്രീകുമാർ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അല്ല, ഞാൻ വിഷയത്തിലല്ല വന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കണത്? ഞാൻ നന്നായിട്ട് വിഷയത്തിലാണ് വന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ടു. അതേതോ വലിയ കുറ്റമായിപ്പോയി. പിന്നെ ഏതാ കുറ്റമല്ലാത്തത്? പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ച ഉടനെ ഓടിച്ചെന്ന് കയറുക അതിൻ്റെ അകത്ത്. എന്നിട്ട് പ്രധാനമന്ത്രിയായിട്ട് വട്ടമേശ സമ്മേളനം നടത്തുക, വ്യക്തിപരമായി ചർച്ചകളിൽ ഏർപ്പെടുക. അത് മാന്യതയുള്ള കാര്യം. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം തൊട്ടു പിന്നാലെ മന്ത്രിസഭയിലോ മുന്നണിയിലോ അറിയാതെ PMC കരാർ ഒപ്പിട്ടതിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അതും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായോ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി NK പ്രേമേന്ദ്രനുമായോ ഒക്കെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് എന്താണ് ബന്ധം? അതിനുശേഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്ത്? ശ്രീ NK പ്രേമേന്ദ്രൻ അതിനുശേഷം ആ തരത്തിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് അനുയോജ്യമല്ലാത്ത തീരുമാനങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? അല്ല, ഞാനൊരു കാര്യം പറയണത്, ഞാനൊരു ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ എനിക്കൊരു അവസരം തരണം. അപ്പുറത്തിരിക്കുന്ന MP അല്ല ആരാണേലും ഞാൻ പറയും. ഞങ്ങൾ വിരട്ടലിന് വിധേയമായെന്ന് ചോദിച്ചാൽ വിരട്ടലിന് വിധേയമായത് ഞങ്ങളല്ല. എന്ത് വിരട്ടലിന് വിധേയമായിട്ടാണ് ചായ കുടിക്കാൻ ഓടിപ്പോയത്? വിളിച്ചപ്പോൾ തന്നെ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഓടിച്ചെല്ലുന്ന പോലെ എന്ത് ബന്ധമാണ് അദ്ദേഹമായിട്ടുള്ളത്, പ്രധാനമന്ത്രിയായിട്ടുള്ളത്? അങ്ങനല്ലേ ഓടിച്ചെന്നത്? ഔദ്യോഗിക ക്ഷണമൊന്നും അല്ലല്ലോ. ആ കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം എൻ്റെ പാർട്ടിക്കുണ്ട്. പിന്നെ വിരട്ടുക, ഞങ്ങളെ വിരട്ടാനോ? ഞങ്ങളങ്ങനെ വിരണ്ടു പോകുന്നവരാണോ? അതുകൊണ്ട് തന്നെ അതെല്ലാം രാഷ്ട്രീയ മറുപടിയാണ്. അതിൻ്റെ അകത്ത് വേറെ ഇടപെടലൊന്നും വേണ്ട. ഇനി ഈ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഈ വിഷയത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യമുന്നണിക്ക് അഭിമാനമുണ്ട്. ഇന്നത്തെ ദിവസം കിബി എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ കേരള വികാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയായൊരു പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. കിബിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ കിബിക്കെതിരായിട്ട് ഇന്ത്യൻ യൂണിയൻ സർക്കാർ ഒരു സംസ്ഥാന സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ കേരളീയരായ MP-മാർ, കേരളീയരായ കോൺഗ്രസ്സുകാർ, കേരളീയരായ UDF-കാർ കേരളത്തിനൊപ്പം നിൽക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ MP-മാർ പതിവായി ഒറ്റുകാരാകുന്നത് പോലെ, UDF MP-മാർ ഒറ്റുകാരാകുന്നത് പോലെ ഇപ്പോൾ UDF-കാർ ഒറ്റുകാരായി മാറിയിരിക്കുന്നു. കിബിയെ ഒറ്റുകൊടുക്കുന്നവരായി മാറിയിരിക്കുന്നു UDF MP-മാർ, UDF നേതാക്കന്മാർ. ആ ഒറ്റുകാരൻ്റെ ചിരിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒറ്റുകാരെയും വേട്ടക്കാരെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് കേരളത്തിനുണ്ട് എന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഇവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഡോക്ടർ തോമസ് ഐസക്കിനെ ED സമൻസ് അയച്ച് വരുത്താൻ നോക്കിയല്ലോ. ഡോക്ടർ തോമസ് ഐസക്ക് പോയില്ലല്ലോ. എന്താ പോകാഞ്ഞത്? പോകാഞ്ഞതിന് കാരണം രണ്ടാണ്. ഒരു കാര്യം, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരിൽ ഭൂമി കുംഭകോണം നടത്തി, ഭൂമി കച്ചവടം നടത്തി, കോൺഗ്രസിന്റെ കാലത്ത് ഭൂമി വിഴുങ്ങിയെടുത്തതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേരിൽ ഭൂമി കച്ചവടത്തിൻ്റെ ഒരു ആരോപണവും ഇന്ത്യ രാജ്യത്തില്ല. അതുകൊണ്ട് ED കേസെടുത്താൽ ആദ്യം കേസെടുക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിലാണ്. അങ്ങോട്ട് പോകത്തില്ലല്ലോ. അങ്ങോട്ട് പോകണമെന്ന് UDF പറയില്ലല്ലോ. നമ്മുടെ കൺമുമ്പിൽ ഭൂമി കച്ചവടത്തിൻ്റെ ഒരു തെളിവുമായിട്ട് നിൽക്കുന്നില്ല ഒരു കേസ്. എന്താ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ UDF MP-മാർക്ക് രാജീവ് ചന്ദ്രശേഖറിനെതിരെ നാവില്ലാതെ പോയോ? രണ്ട്, ഞങ്ങൾക്ക് ഭയമില്ലാത്തതിന് കാരണം എന്താണ്? നാഷണൽ ഹെറാൾഡ് കേസിൽ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം
ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കി, യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കി വിഴുങ്ങി. ആ വിഴുങ്ങാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട് അടിച്ചെടുത്തു. എന്നിട്ട് വ്യക്തിപരമായ കമ്പനിയാക്കി മാറ്റി. ആ വ്യക്തിപരമായ കുടുംബ കമ്പനിയാക്കി മാറ്റിയിട്ട് ആ കമ്പനിയുടെ കണക്കുവിവരം കൊടുക്കുമ്പോൾ വ്യക്തിപരമായി അതിൻ്റെ ഉടമസ്ഥരെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ IT ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചില്ല എന്നുള്ളതാണ് കേസ്. ഇന്നലെ വേറൊരു കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോ ഡോക്ടർ തോമസ് ഐസക്കോ വ്യക്തിപരമായി ഉണ്ടാക്കിയ കമ്പനി അല്ല കിബി. അതുകൊണ്ട് ഞങ്ങൾ ഒരു കോടതിയിലും പോയി നിൽക്കാൻ പോകുന്നില്ല, ഒരു EDയുടെ മുന്നിലും തലകുനിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അവരുടെ അക്കൗണ്ട് പോകണം. കാരണം എന്താണ്? അവരുടെ കയ്യിലാണ് കുറ്റം. അവർ ഈ കമ്പനി ഉണ്ടാക്കുന്നത് മറച്ചു വെച്ചു. കോൺഗ്രസിന്റെ പണം വന്ന് മറച്ചു വെച്ചു. യങ് ഇന്ത്യ കമ്പനി സ്ഥാപനം എന്ന് പറയുന്നത് ഇവരുടെ സ്വകാര്യ ട്രസ്റ്റായി മാറി. നാഷണൽ ഹെറാൾഡിനെ വിഴുങ്ങി. ഈ 2 കേസ് പോലെയല്ല ഈ കേസ്. ഇത് വ്യത്യാസം മനസ്സിലാക്കണം. ഇനി ഇവിടുത്തെ കാര്യം എന്താണ്? ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് കിബി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിന്റെ നിയമപ്രകാരം നിയമസഭ ഉണ്ടാക്കിയതാണ്. ആ നിയമസഭ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന പ്രകാരമുള്ള നിയമസഭയാണ്. അതുണ്ടാക്കിയ സ്ഥാപനത്തിന് RBI ലൈസൻസ് തന്നു മസാല ബോണ്ട് വാങ്ങാൻ. ആ മസാല ബോണ്ട് RBI ലൈസൻസ് കൊടുത്തത് ഇവിടെ മാത്രമല്ല, NHAI നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തു. ഈ പണം മസാല ബോണ്ട് നാഷണൽ ഹൈവേക്കാർ വാങ്ങിച്ചാൽ ഭൂമി വാങ്ങിക്കാതെ വേറെ എന്ത് പണിയാണ് കാണിക്കണത്? നാഷണൽ ഹൈവേ ഇന്ത്യ രാജ്യത്ത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമി അക്വയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പണം ഉപയോഗിച്ചല്ലേ അക്വയർ ചെയ്യുന്നത്? മസാല ബോണ്ടിന്റെ പണം. ആ മസാല ബോണ്ടിന്റെ പണം ഉപയോഗിച്ച് ഭൂമി അക്വയർ ചെയ്യുമ്പോൾ അക്യൂസേഷനാണ്, പർച്ചേസ് അല്ല, അക്യൂസേഷനാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കുറ്റമൊന്നുമില്ല. പിന്നെ UDF നേതാക്കന്മാർ പറയുന്നത് എന്താണ്? അത് മോദി ചെയ്തോട്ടെ, നിതിൻ ഗഡ്കരി ചെയ്തോട്ടെ, പിണറായി ചെയ്താൽ അപകടമാണ്. അതെനിക്ക് മനസ്സിലായില്ല. പിണറായി ചെയ്യുന്ന വീട്ടിലേക്ക് ഭൂമി വാങ്ങിച്ചല്ലെന്ന്, സ്വന്തത്തിന് ഭൂമി വാങ്ങിച്ചല്ലെന്ന്. ദേശീയപാത അതോറിറ്റിക്ക് 6150 കോടി കൊടുത്തില്ലേ കേരളത്തിലെ കിബി? ഈ കോൺഗ്രസ്സുകാരല്ലെങ്കിൽ UDFകാർക്ക് പരാതി ഉണ്ടായി? ഒരു പരാതി ഉണ്ടായില്ല. മോദി കേരളത്തിന്റെ കുത്തിന് പിടിച്ച് കാശ് വാങ്ങിച്ചപ്പോൾ കിബിന്ന് അങ്ങോട്ട് കൊടുത്തത് ഇല്ലേ? ദേശീയപാത നടക്കൂല. ഇപ്പതാ ഇവിടെ മസാല ബോണ്ടിൽ നിന്ന് കിട്ടിയ പണം എങ്ങനെ? ആ പണം വന്നിട്ട് ഓരോ മാസവും 60 മാസക്കാലം ഓരോ മാസവും അതിന്റെ വിനിയോഗം സംബന്ധിച്ച് RBIക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അത് പരിശോധിച്ചിട്ട് RBI അതിന് ഒരു കുറ്റകൃത്യവും കണ്ടില്ലല്ലോ. അത് വളരെ ശരിയാണെന്ന് അവർ ശരിവെച്ചതാണല്ലോ. അത് സ്വീകരിച്ച ഒരു ബാങ്കിന്റെ പേരിൽ ഒരു നോട്ടീസ് പോലും ഇല്ലല്ലോ. ഈ പണം സ്വീകരിച്ച ബാങ്കല്ലേ? ബാങ്കുകാർ തെറ്റ് ചെയ്താൽ ബാങ്കിന്റെ പേരിൽ നോട്ടീസ് റിസർവ് ബാങ്ക് അയക്കില്ലേ? ഒരു നോട്ടീസ് അയച്ചില്ലല്ലോ. ഇനി UDFകാർ പറയേണ്ടത് ഏത് പദ്ധതിയാണ് അവർക്ക് സംശയമുള്ളത്? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞല്ലോ ഇതിൽ അഴിമതി ഉണ്ടെങ്കിൽ ഇന്ന് ഈ ചർച്ച പറഞ്ഞു. ഏതാ അഴിമതി എന്ന്? നിങ്ങളെന്തിനാ EDയുടെ വാലെ തൂങ്ങുന്നത്? നിങ്ങളെന്തിനാ മോദിയുടെ വാലെ തൂങ്ങുന്നത്? നിങ്ങൾക്ക് ഒരു അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ കൊല്ലം MPക്ക് ഉന്നയിക്കാൻ വേണ്ടി EDയുടെ വാലെ തൂങ്ങണം. അല്ല, ഞാൻ പറഞ്ഞതിന് മറുപടി പറയുകയാണ്. ഇത് മറുപടിയാണ്. അല്ലല്ല നിഷ, അത് വേണ്ട. നിഷയോട് ഞാൻ പറയുന്ന അഴിമതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെല്ലുവിളിക്കുന്നു. കൊല്ലം MPയെ ഞാൻ വെല്ലുവിളിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള MP ആണെങ്കിൽ കിബിയുടെ പദ്ധതിയിലെ അഴിമതി എന്താണെന്ന് മനോരമയിൽ പറയാൻ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളി ഏറ്റെടുക്കാൻ സൗകര്യമില്ല. ഈ പണിയായിട്ട് വരരുത്. നിങ്ങൾ ഇത് ചർച്ച പറഞ്ഞാണ് അഴിമതിയുണ്ട്. ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടോ കിബിയുമായി ബന്ധപ്പെട്ടോ? അല്ലല്ല, ഞാൻ പറയട്ടെ. വെല്ലുവിളിക്കുള്ള മറുപടിക്ക് ഞാൻ ശ്രീ പ്രേമേന്ദ്രൻ ചോദിക്കുന്നത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയല്ലേ എന്നാണ്. അങ്ങനെയല്ലേ ശ്രീ അനിൽകുമാർ? അപ്പോഴാണ് എന്റെ അടുത്ത സംശയം ശ്രീ അനിൽകുമാർ. ഞാൻ ഈ കണക്കുകളൊന്ന് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ കിഫ്ബി വഴി 90,000 കോടിയുടെ പദ്ധതികൾക്കാണ് സാമ്പത്തിക അനുമതി നൽകിയിട്ടുള്ളത്. വികസന പദ്ധതികൾക്ക്, അടിസ്ഥാന സൗകര്യ വികസനത്തിന്. പക്ഷേ തുക എത്ര കൈമാറിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇക്കൊല്ലം ഒക്ടോബർ വരെ 37,026 കോടി മാത്രമാണ് കിഫ്ബി വഴിയുള്ള പദ്ധതികൾക്കായി തുക അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ എവിടെയാണ് കിഫ്ബി കൊണ്ടുവന്ന വൻ വികസനം എന്നുള്ളത്? അതുമാത്രവുമല്ല, ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് എടുത്ത പലിശയുടെ കണക്കുകൾ ഞങ്ങളൊന്ന് അന്വേഷിച്ചു. ആ പലിശയുടെ കണക്കുകളും ഞെട്ടിക്കുന്നതാണ്. ഏതാണ്ട് പകുതിയോളം, അതായത് 2,150 കോടി രൂപയ്ക്ക് പലിശയായി സംസ്ഥാന സർക്കാർ ഇതുവരെ തിരിച്ചടച്ചിരിക്കുന്നത് 1045.44 കോടി. ഇത്രയും വലിയ പലിശ കൊടുത്തുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ എന്താണ് കേരളത്തിന് ലഭിച്ചത്? ഇത്ര തുച്ഛമായ തുക മാത്രമാണ് പദ്ധതികൾക്കായി കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഈ ചർച്ചയിൽ ഒരു MP എന്ന് പറഞ്ഞാൽ കള്ളം പറയാൻ പറ്റുമോ? അങ്ങനെ MPക്ക് ലോകസഭ പ്രിവിലേജ് ഉണ്ട്, ചാനലിൽ പ്രിവിലേജ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ EDയുടെ സമൻസ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ അയച്ചിട്ടുണ്ടോ?
നിങ്ങളുടെ ഈ മനോരമ ഫ്ലോറിൽ ഒരു MP പച്ച കള്ളം പറഞ്ഞില്ലേ നുണ? ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേരള മുഖ്യമന്ത്രിക്ക് എന്തിനാണ് സമൻസ് അയക്കണത്? അപ്പം നമുക്ക് എന്തും നുണയും പറയാം അല്ലേ? ആളുകളുടെ ഓർമ്മയെ വെല്ലുവിളിക്കാൻ MP ആണെങ്കിൽ. എന്നിട്ട് പിന്നെ മാന്യത, എന്ത് മാന്യത? നിങ്ങൾക്ക് മാത്രമേ മാന്യതയുള്ളൂ. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? 2, MP ആണെങ്കിൽ നിങ്ങൾക്ക് വിവരമുണ്ടാകുമെന്നാണ് ആളുകൾ ധരിക്കുന്നത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ഓഹരി വിൽക്കുന്നത് എങ്ങനെയാണ്? കാര്യം നിങ്ങൾ നമ്മുടെ ഞാൻ കാര്യം പറയാണ്, ഞാൻ കാര്യമല്ല പറയണത്. നിങ്ങളിപ്പോൾ നുണ പറഞ്ഞിട്ട് മറുപടി ഇല്ലല്ലോ. മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കള്ളക്കടത്തിൽ ED-യുടെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? MP ഓരോന്നിനും മറുപടി പറയാം. സമയം എന്താ? ഓരോന്നിനും മറുപടി പറയാം. നിങ്ങൾ പറയുന്ന ഓരോന്നിനും മറുപടി പറയാം. MPക്ക് വിവരമുണ്ടോ? തനിക്ക് വിവരമുണ്ടെന്നോ വിവരമില്ലെന്നോ ഞാൻ പറഞ്ഞില്ലല്ലോ. പച്ചക്കള്ളം പറഞ്ഞിട്ട് മറുപടി, പരസ്പര ബഹുമാനം വേണം. നിങ്ങൾക്ക് പച്ചക്കള്ളം പറഞ്ഞിട്ട് മറുപടിയോ? അത് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ സ്വർണ്ണക്കള്ളക്കടത്തിൽ അല്ലല്ല, നല്ല ബഹുമാനാണ്. കേരള മുഖ്യമന്ത്രിക്ക് ED സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യത്തിൽ നോട്ടീസ് അയച്ചു എന്ന് ഒരാൾ പറഞ്ഞാൽ അത് അധിക്ഷേപമല്ലേ? അധിക്ഷേപം എന്നൊരു വാക്കല്ല അതിന് പറയേണ്ടത് കേട്ടോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തിൽ ED നോട്ടീസ് അയച്ചു എന്ന് കൊല്ലം MP പറയുന്നത് അധിക്ഷേപമല്ല, വേറൊരു വാക്ക് അതിന് പറയേണ്ടത്. എന്ത് പ്രസ്താവന? ഇതൊക്കെ മനഃപൂർവ്വം പറയുന്നല്ലേ? ഇനി കിഫ്ബിയിലേക്ക് വരാം. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ എങ്ങനെയാണ് ഈ ഓഹരി കച്ചവടം നടക്കുന്നത്? നിങ്ങളങ്ങനെ ആലോചിച്ച് നോക്കിയേ. നമുക്ക് MRFന്റെ ഷെയർ വിൽക്കുന്നു, ഷെയർ വിറ്റ ഉടനെ ആരെങ്കിലും ലേലം വിളിക്കുകയാണോ ചെയ്യുന്നത്? അത് പബ്ലിക് സെയിലിനിട്ടിരിക്കുകയാണ്. പബ്ലിക് സെയിലിനിട്ട് താല്പര്യമുള്ളവർ വാങ്ങും. ആ താല്പര്യമുള്ളവർ വാങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ഭാഗമായി വാങ്ങിയ കണ്ടീഷൻ എന്താണ്? അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ഡോളർ കണക്കിന് ഇങ്ങോട്ട് സാധനം വാങ്ങിക്കുന്നത്, ഡോളറിലാണ് വാങ്ങിക്കുന്നത്, തിരിച്ചു കൊടുക്കുന്നത് ഡോളറാണ്. അതൊരു MPക്ക് അറിയാൻ വയ്യാത്ത കാര്യമല്ല, നാട്ടുകാരെ പറ്റിക്കാൻ പറയുന്ന കാര്യമാണ്, വിവരമില്ലാഞ്ഞിട്ടല്ല. ഡോളർ തിരിച്ചു കൊടുക്കുമ്പോൾ 5 കൊല്ലം മുമ്പത്തെ വിലയാണോ കൊടുക്കേണ്ടത്? വിൽക്കുന്ന സമയത്തല്ല തിരിച്ചടയ്ക്കുന്ന സമയത്തെ വിലയാണോ വേണ്ടത്? ഇതാണ് പ്രശ്നം. നിങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ഡോളറിൽ ഇങ്ങോട്ട് പണം വാങ്ങിയിട്ട് 5 കൊല്ലക്കാലം കഴിഞ്ഞ് ഡോളറിൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഏത് വിലയുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത്? അപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ കയറുമ്പോൾ 53 രൂപ ഉണ്ടായിരുന്ന ഡോളർ ഇപ്പോൾ 88 കിടക്കുകയാണ്. 5 കൊല്ലം കൊണ്ട് ഡോളറിന് 20 രൂപ കൂടി. ആ റേറ്റ് കൊടുക്കേണ്ടി വന്നിരുന്നെങ്കിൽ ഇതല്ല കൊടുക്കേണ്ടി വരിക. അതാണ് മസാല ബോണ്ടിന്റെ കഥ. കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊടുത്തതിന്റെ ബാധ്യത പറയുന്നത് എന്തിനായിരുന്നു അത്? ഞാൻ പറയട്ടെ കിഫ്ബി എന്ന് പറയുന്നത് കേരള സർക്കാർ വികസിപ്പിച്ച ഒരു ബിസിനസ് മോഡലാണ്. ആ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിന് ബിസിനസ് ചെയ്യാൻ അറിയാം. അതനുസരിച്ച് അവർ ബിസിനസ് ചെയ്യുമ്പോൾ അവർ പണം സ്വീകരിക്കും. അവർക്ക് റേറ്റിംഗ് വേണം. ഒരു ധനകാര്യ സ്ഥാപനം ആഗ്രഹിക്കുന്ന റേറ്റിംഗ് ആണ്. ലോകത്തെ ഏത് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കാൻ ശേഷിയുള്ള ഒരു ലൈസൻസ് അവരുടെ കയ്യിലുണ്ട്. അത് കൊടുത്തത് റിസർവ് ബാങ്കാണ്. അത് അപൂർവമായ ലൈസൻസാണ്. NHAക്ക് ആ ലൈസൻസ് ഉണ്ടോ എന്ന് BJP പ്രതിനിധി ചോദിച്ചു. ഒരു വാട്സപ്പിൽ നോക്കണ്ട. C&AGയുടെ 2017-2018 പെർഫോമൻസ് ഓഡിറ്റ് വായിക്ക്. 2017-2018 എന്താ പറയണത്? നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മസാല ബോണ്ട് നിയമപരമാണ്. 2017-18 പെർഫോമൻസ് ഓഡിറ്റ്, വാട്സപ്പ് അല്ല, പെർഫോമൻസ് ഓഡിറ്റ് വായിക്ക്. അതുപോലെ കേരളത്തിന്റെ കിഫ്ബി എന്ന് പറയുന്നത് ഏറ്റവും കിഫ്ബി എടുത്തിരിക്കുന്നത് 9.72%. ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ഥാപനത്തിന്റെ അതിന്റെ ബ്രാൻഡ് മാർക്കറ്റിംഗിന് വേണ്ടി മാത്രമാണോ അന്താരാഷ്ട്ര വിപണിയിൽ പോയി ഇത്രയും കൂടിയ പലിശയ്ക്ക് കടമെടുത്ത് ആ പലിശ സംസ്ഥാന സർക്കാരിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് തിരിച്ചടച്ചത്? നിഷയോട് ഞാൻ ചോദ്യം, NHAയുടെ കണ്ടീഷൻ അനുസരിച്ച് വാങ്ങുന്ന സമയത്തെ ഡോളർ വിലയാണോ, വിൽക്കുന്ന സമയത്തെ ഡോളർ വിലയാണോ, തിരിച്ചു കൊടുക്കുന്ന സമയത്തെ ഡോളർ വിലയാണോ കരാറ്? ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. 7.3 എന്ന് പറയുന്നത് വാങ്ങുന്ന സമയത്തുള്ള രൂപയുടെ വില എത്രയാണോ ആ വിലക്ക് വില കണക്കാക്കിയാണ്. നിങ്ങളല്ലേ പറഞ്ഞത്? 7.3 തമ്മിൽ എന്തെങ്കിലും താരതമ്യമുണ്ടോ? ദേശീയപാത അതോറിറ്റി തനത് വരുമാനമുള്ള ഒരു സ്ഥാപനമാണ്. അവർക്ക് പണം മുടക്കുന്നുണ്ടെങ്കിൽ പണം തിരിച്ചു കിട്ടും. കിഫ്ബിയുടെ ഒരു പ്രോജക്റ്റിനും അങ്ങനെ പണം തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളത് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. അതൊന്നാമത്തെ കാര്യം. ഇനി അതും പോട്ടെ, കിഫ്ബി വായ്പ എടുത്തത് എത്ര പലിശക്കാണ്? ഇതിറക്കിയത് എത്ര പലിശക്കാണോ? 9.72%. NHAയോ 7.3%.
7.2% 7.3% തമ്മിൽ എന്താണ് ബന്ധം? ഞാനൊരു ചോദ്യം ഞാൻ പറയാം. കിബി എടുക്കുന്ന വായ്പ തിരിച്ചടയ്ക്കുന്നത് വാങ്ങുന്ന സമയത്തെ രൂപ നിരക്കിലാണ്. രൂപയുടെ മൂല്യം കുറയുന്നു. കുറയുന്നത് തിരിച്ചടവിനെ ബാധിക്കില്ല. വലിയ തുക പലിശയായി അടക്കേണ്ടി വന്നത് നിങ്ങൾക്ക് സംശയമില്ല. എന്നെ ചെയ്യങ്ങനെ നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ 1 ലക്ഷം രൂപ വായ്പ എടുത്തു. 1 ലക്ഷം രൂപ വായ്പ എടുത്താൽ എത്ര ശതമാനം പലിശയ്ക്ക് കേരളത്തിൽ കിട്ടും? ഞാൻ പറയട്ടെ സാർ, ഞാൻ പറയട്ടെ. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. നമ്മുടെ ഒരു ബാങ്കിൽ ചെന്ന് ഇന്ന് കേരളത്തിൽ വായ്പ എടുക്കണം. ഒരു ബാങ്ക് എത്ര ശതമാനം ബാങ്ക് വായ്പ തരും? എനിക്ക് 1 കോടി രൂപ വായ്പ വേണം, അല്ലെ 2 കോടി രൂപ വായ്പ വേണം. എത്ര ശതമാനത്തിന് കിട്ടും വായ്പ? നിങ്ങൾ കണക്ക് നോക്ക്. കേരളത്തിൽ എത്ര കിട്ടും? ഇത് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് എടുക്കുന്നതിന് കാരണമുണ്ട്. എന്താണ് കാരണം? ഇന്ത്യ ഇന്റർനാഷണലായിട്ട് റേറ്റിംഗ് ഉള്ളൊരു സ്ഥാപനമായിട്ട് കിബിയെ വളർത്തുകയാണ്. അതൊരു മോഡലായിട്ട് ഞങ്ങൾ വളർത്തുകയാണ്. ആ വളർത്തുന്നതിന് വേണ്ടി ആർബിയുടെ ലൈസൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചു. ഞങ്ങൾ കേരളത്തെ വികസിപ്പിക്കാൻ ഞങ്ങൾ ഉണ്ടാക്കിയ മാതൃകയാണ്. പറയട്ടെ, നിങ്ങൾ പറയട്ടെ. മസാല ബോണ്ട് ഇറക്കിയോ? ഞാൻ പറയട്ടെ സാർ, മസാല ബോണ്ട് ഇറക്കിയോ? ഞാൻ പറയട്ടെ. മസാല ബോണ്ട് ആവശ്യം വന്ന് ഇറക്കിയ പോരെ? നിങ്ങൾ പറയുന്ന പോലെ 5 കൊല്ലം മുമ്പ് വാങ്ങിച്ചു, മസാല ബോണ്ട് തിരിച്ചടച്ചു. തിരിച്ചടച്ചപ്പോൾ മസാല ബോണ്ട് വാങ്ങാനുള്ള ശേഷിയുള്ള സ്ഥാപനമായി ഉണ്ടായിരുന്ന പണത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യന്റെ ജനക്ഷേമ പദ്ധതികൾക്ക് വിനിയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപ കൊള്ള പലിശയായി ഒരു അന്താരാഷ്ട്ര സ്ഥാപനത്തിന് കൊടുത്തു. ശ്രീ അനിൽകുമാർ, സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഉടനെ അത് ഇന്ത്യ വിരോധിയും കേരള വിരോധിയും ഒന്നായാൽ അതൊന്നും ഇപ്പോൾ ഏൽക്കില്ല. ശ്രീ അനിൽകുമാർ, അത് ഡൽഹിയിൽ ഒരുപാട് പരീക്ഷിച്ചതാണ്. രാജ്യദ്രോഹികൾ, രാജ്യവിരോധികൾ സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യുന്നവരെല്ലാം രാജ്യവിരോധികളാണ് എന്ന അഭിപ്രായം CPM-നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പുതിയ മാറിയ CPM-ന്റെ മുഖമായി ഞാൻ കണക്കാക്കാം. എന്റെ ചോദ്യത്തിലേക്ക് വരുമല്ല, നേരത്തെ ഇവിടെ ഉന്നയിച്ചതാണ്. ഈ കൊള്ളപ്പലിശയ്ക്ക് നിങ്ങൾ കടമെടുത്തു. എന്താണ് കിഫ്ബി വഴി ഇവിടെ ഉണ്ടായത്? 90,000 കോടിയുടെ പദ്ധതികൾക്ക് സാമ്പത്തിക അനുമതി നൽകി. 10 വർഷത്തിനിടെ കിഫ്ബി വഴി കൈമാറിയത് 37,000 കോടി, കേവലം 37,000 കോടി. ശ്രീ അനിൽകുമാർ, ഇത് സാധാരണ ബജറ്ററി അലൊക്കേഷൻ വഴി വന്നാലും ഇതോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതലും വരുമായിരുന്നു. അപ്പോ പിന്നെ കിഫ്ബി എന്ത് മെച്ചമാണ് കേരളത്തിന് നൽകിയത്? കിഫ്ബി എന്ത് മെച്ചം കേരളത്തിൽ നൽകിയെന്ന് ഒരു മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ ആ മാധ്യമപ്രവർത്തകർ കേരള വിദ്യ എന്നുള്ളതിന് വേറെ സംശയം വല്ലതും ഉണ്ടോ? നിങ്ങൾ കേരളത്തിലെ സ്കൂൾ പോയി നോക്ക്, നിങ്ങൾ കേരളത്തിലെ ദേശീയപാത പോയി നോക്ക്, നിങ്ങൾ കേരളത്തിലെ ജലമെട്രോ പോയി നോക്ക്, നിങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന വികസന പദ്ധതികൾ, പുത്തൂരിലെ സുവോളജി പാർക്ക് പോയി നോക്ക്. ഓരോ പദ്ധതിയും കിഫ്ബിയുടേതാണ്. നിങ്ങൾ സമ്മതിച്ചല്ലോ 37,000 കോടി. ഇവിടുത്തെ സർക്കാരുകൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം ചെലവിട്ടിട്ടുണ്ട്. എന്റെ ചോദ്യം വീണ്ടും ഞാൻ ചോദിക്കുന്നു, 90,000 കോടിയുടെ പദ്ധതികൾക്ക് സാമ്പത്തിക അനുമതി നൽകിയിട്ട് കേവലം 37,000 കോടി മാത്രം ഈ പദ്ധതികൾക്കായി കൈമാറി. അതും ബഹുഭൂരിപക്ഷവും പൊതുമരാമത്ത് വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും പദ്ധതികൾക്കായി. ഇതുകൊണ്ട് സാധാരണ പ്ലാൻ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കുന്നതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്? ഇനി ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാതിരിക്കുകയാണ്. എല്ലാത്തിനും ഒരുമിച്ച് ഉത്തരം പറയാം. ഒന്ന്, നിങ്ങൾ പറഞ്ഞൊരു പച്ചക്കള്ളം എന്താണെന്നറിയോ? പച്ചക്കള്ളം ഇപ്പൊ പറഞ്ഞതോണ 37,000 കോടി രൂപയിൽ ബഹുഭൂരിപക്ഷവും പൊതുമരാമത്ത് വകുപ്പിനാണ്. 37,000 കോടി രൂപയിൽ 6,250 കോടി രൂപ ചെലവഴിച്ചത് ദേശീയപാതയ്ക്കല്ലേ? അത് പൊതുമരാമത്ത് വകുപ്പിന്റെ കാശാ? നിങ്ങളിപ്പോ കള്ളം പറഞ്ഞില്ലേ? 2,000 കോടി ജലമെട്രോയ്ക്ക് മാറ്റിവെക്കുന്നത് ഏതാവശ്യത്തിനാ? 2,000 കോടി ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുത്ത ഏതാവശ്യത്തിനാ? നിയമസഭയിൽ കൊടുത്ത മറുപടിയിൽ ഈ ചർച്ചയിലെ അല്ലല്ല, പച്ചക്കള്ളം ഇപ്പൊ പറഞ്ഞില്ലേ? ഇപ്പൊ പറഞ്ഞു പച്ചക്കള്ളം. ഇപ്പൊ നിങ്ങൾ പച്ച നുണ പറഞ്ഞു. എന്താ പച്ച നുണ? ഈ 37,000 കോടി രൂപയിൽ ബഹുഭൂരിപക്ഷവും പൊതുമരാമത്ത് വകുപ്പിനും ടൂറിസത്തിനും വന്ന പച്ച നുണ ഇവിടെ പറഞ്ഞു. ഞാൻ അതിന്റെ കണക്കാ ബ്രേക്കപ്പാ പറഞ്ഞത്. കേരളത്തിലെ ഒരു രേഖയല്ല. നിങ്ങളൊരു ചർച്ച വന്നിട്ട് പറയട്ടെ, ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ ഈ ചർച്ചയുടെ ഉദ്ദേശം എന്താണെന്ന് കാര്യം മനസ്സിലാകും നാട്ടുകാർക്ക്. ഇപ്പൊ 37,000 കോടി കണക്ക് പറഞ്ഞില്ല. ഞാൻ എന്റെ ബാക്കി കൂടെ ഒന്ന് പറയട്ടെ.
എന്താ കിബി എന്ന് പോലും മനസ്സിലാക്കാതെയാണോ ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? എന്താ കിബി എന്നറിയാമോ? ഇപ്പം മുഴുവൻ പൈസ തിരിച്ചടയ്ക്കണ്ട, അതാണ് കിബി. 15 കൊല്ലം കൊണ്ട് 20 കൊല്ലം കൊണ്ടും പണം റീപേ ചെയ്യും, അതാണ് കിബിയുടെ പദ്ധതി. ഈ കരാറുകാർ ബില്ലുമായിട്ട് വരുമ്പോൾ ബില്ലുകാരുമായിട്ട് വരുന്നവർക്ക് ഷെഡ്യൂൾ വെച്ചിരിക്കുകയാണ്. 10 കൊല്ലം കൊണ്ട് 20 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ AI ക്യാമറയുടെ പണം തിരിച്ചടയ്ക്കുന്നത് എങ്ങനെയാ? ഒറ്റയ്ക്ക് തിരിച്ചടയ്ക്കുകയാണോ? 3 കൊല്ലം കൊണ്ട് തിരിച്ചടയ്ക്കാനല്ലേ AI ക്യാമറയുടെ വ്യവസ്ഥ? അങ്ങനല്ലേ ടെൻഡർ? ഇതുപോലെയാണ് കിബിയുടെ ടെൻഡർ. ആ മുഴുവൻ പൈസ ഒരുമിച്ച് തിരിച്ചടക്കണ്ട. ഇപ്പൊ 37,000 കഴിഞ്ഞു ബില്ല്. അല്ലല്ല, അത് നിങ്ങളുടെ കണക്ക് തെറ്റാണ്. മസാല ബോണ്ടിനകത്ത് 60 മാസത്തേക്കാണ് വായ്പ എടുത്തത്. ആ 60 മാസം എടുത്ത വായ്പയുടെ ഓരോ മാസ സ്റ്റേറ്റ്മെന്റും RBIക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട സമയത്ത് തിരിച്ചടച്ചിട്ടുണ്ട്. കിബി ആ വായ്പ എടുത്തത് കേരളത്തെ ശക്തിപ്പെടുത്തിയെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രളയം കഴിഞ്ഞ ഒരു ഗതിയും പരഗതിയില്ലാതെ കേരളത്തെ കേന്ദ്ര സർക്കാർ ചവിട്ടിയരച്ചപ്പോൾ, കേരളത്തിന് പണം തരാതിരുന്നപ്പോൾ, കേരളം സ്വന്തമായി വികസിക്കാനും വഴി കണ്ടെത്തിയതിന്റെ അറ്റത്ത് പിടിച്ചിട്ട് ഈ കേരളത്തെ അപമാനിക്കാനും ആക്രമിക്കാനും നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. UDFനും BJPക്കും വേണ്ടി. ഇത് കേരളത്തിനെതിരാണ്, മലയാളിക്കെതിരാണ്. ഈ കേരളം ഉണ്ടാക്കിയ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ കാണാതിരിക്കുന്നതിനുള്ള കണ്ണുകടിയാണ്. അത് കേരളം തിരിച്ചറിയുമെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് ഇത് പറയുന്നത്.